ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സാംസങ് ഗാലക്സി S22 അൾട്രയെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഫോണിൻ്റെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഞാൻ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു ക്യാമറയെ പറ്റിയാണെങ്കിലും ആക്ച്വലി ഒരു ഓവർവ്യൂ പോലെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഓവർവ്യൂവിൽ ഒതുക്കാൻ പറ്റിയ ഒരു ക്യാമറ സിസ്റ്റം അല്ല സാംസങ് ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അല്ലേ, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്നല്ല, ഫ്ലാഗ്ഷിപ്പ് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്യാം എന്നൊരു പ്ലാനിലായിരുന്നു അത്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കൂടുതൽ താമസിക്കുന്നില്ല. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയുടെ ഒരു സിനിമാറ്റിക് കേപ്പബിലിറ്റീസ്, അതായത് വീഡിയോ പ്രൊഫഷണലി ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ട് പരമേഷ് ഈ സെയിം ഗാലക്സി S22 അൾട്ര ഉപയോഗിച്ചിട്ട് ഒരു സിനിമാറ്റിക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡേ ടൈമിലുള്ള ഷോട്ട്സ്, നൈറ്റ് ടൈമിലുള്ള ഷോട്ട്സ് എങ്ങനെയായിരിക്കും, വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമാറ്റിക് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണ്, ഈ ഒരു ഫോണിൻ്റെ വീഡിയോ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. സോ എന്താണെങ്കിലും കൂടുതൽ താമസിപ്പിക്കാതെ നമുക്ക് നേരെ നമ്മുടെ കണ്ടൻസിലോട്ട് അടക്കാം. ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ക്യാമറ സ്പെക്സിലോട്ട് അടക്കാം. കാരണം അത് പറഞ്ഞിട്ടാണല്ലോ പിന്നെ ഓരോ ഫോട്ടോ സാമ്പിൾസിലോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആക്ച്വലി വലിയ മാറ്റമൊന്നുമില്ല. S22 അൾട്രയിൽ നിന്നുള്ള ആ ഒരു സെയിം ലേഔട്ട് തന്നെയാണ് S22 അൾട്രയിലും വന്നിട്ടുള്ളത്. 108 MB ഒരു വൈഡ് ആംഗിൾ ലെൻസ്, f1.8 ആണ് അപ്പർച്ചർ. ഇതാണ് പ്രൈമറി ലെൻസ് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ടുള്ള ലെൻസ്. പിന്നെ 12 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, f2.2 ആണ് എൻ്റെ അപ്പർച്ചർ. 10 MB 10x ഒപ്റ്റിക്കൽ ലെൻസ് ഉണ്ട്, f4.9 ആണ് എൻ്റെ അപ്പർച്ചർ. 10 MB 3x ഒപ്റ്റിക്കൽ ലെൻസ് ഉണ്ട്, f2.4 ആണ് എൻ്റെ അപ്പർച്ചർ. പിന്നെ അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒരു മാക്രോ ലെൻസായിട്ടും ആക്ട് ചെയ്യും. അപ്പോൾ 108 MB സെൻസർ, ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു ക്യാമറ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻസറിൻ്റെ ക്വാളിറ്റിയാണല്ലേ, എത്രമാത്രം ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതിൻ്റെ അപ്പേഴ്ച്ചർ എന്ന് പറയുമ്പോൾ f1.8 ആണ്. സോ വളരെ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു ലെൻസാണിത്. പിന്നെ ഈ ഒരു 108 MB ആക്ച്വലി രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡ്സ് ഉണ്ട്. അതായത് 108 MB ഫുൾ റെസൊല്യൂഷനും ഉപയോഗിച്ചുകൊണ്ട് 3:4 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കുന്ന ഒരു മോഡും, പിന്നെ 3:4 ആസ്പെക്ട് റേഷ്യോയിൽ 108 MB ബിൻ ചെയ്ത് 12 MB ആകുന്ന, അല്ലെങ്കിൽ 12 MB കൺവേർട്ട് ചെയ്യുന്ന ഒരു മോഡ്. ബിന്നിങ് എന്നുള്ള പ്രോസസ്സിനെ പറ്റി നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കാണും. എന്നാലും നമുക്കൊരു ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ, ഈ ഒരു 108 MB ക്യാമറയിൽ നിന്നെടുത്ത അത്രമാത്രം പിക്സൽസിനെ അവർ ഗ്രൂപ്പ് ചെയ്ത് ഒരു 12 MB ക്യാമറയിൽ നിന്നെടുത്ത് എങ്ങനെയാണോ അതിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഈ ഒരു ബിന്നിങ് എന്ന് പറയുന്നത്. സോ അത് കാരണം ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 108 MB ഡീറ്റെയിൽസിൻ്റെ ആ ഒരു ഗുണം കുറച്ചുകൂടെ കിട്ടും. നോർമൽ 12 MB എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും. എന്നാൽ 108 MB അത്രയും ഫയൽ സൈസും വരത്തില്ല. ഇനി നമുക്ക് സാമ്പിൾ ഫോട്ടോസ് ഓരോന്നായിട്ട് നോക്കാം. ഈ ഒരു 108 MB സെൻസർ യൂസ് ചെയ്തെടുക്കുന്ന ചില ഫോട്ടോസിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചില സമയം ആ ഒരു ബൊക്കെ വരെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു DSLR ക്യാമറയിൽ എടുക്കുന്നത് എങ്ങനെയാണോ അതേപോലത്തെ ഡെപ്ത് ഓഫ് ഫീൽഡാണ് ഈ ഒരു 108 MB സെൻസർ വരുന്നത്. അതെനിക്ക് നോർമൽ 3:4 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കുമ്പോഴാണെങ്കിലും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡൽ എടുക്കുമ്പോഴാണെങ്കിലും ഇത്രമാത്രം നാച്ചുറൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് എടുത്ത് തന്നെ പറയണം. പിന്നെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിനപ്പുറം നല്ലൊരു സ്മാർട്ട് ഫോൺ ആ ഒരു കാര്യത്തിൽ ഇല്ലെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി ചെയ്യും. കാരണം ഞാനിപ്പം കാണിച്ചു തരാം. അതായത് ഈ ഒരു ചാർജറിൻ്റെ ഫോട്ടോ നമ്മൾ വിചാരിക്കും സൂം ചെയ്യുമ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ വാക്കുകളും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഓരോ വാക്കുകളും. ഇനി ഞാൻ നോർമൽ 3:4 എടുത്ത് കാണിച്ചു തരാം. അതിൽ കുറച്ചുകൂടെ ബ്രൈറ്റായി ഇമേജ്, എന്നാലും ആ ഒരു 108 MB എടുത്ത ആ ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഇനി ഈ ഒരു SD കാർഡ് റീഡറിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെന്ന്. സൂം ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും മനസ്സിലാവും ഓരോ അക്ഷരവും നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഇതിനേക്കാളും ഞാൻ ഇമ്പ്രസീവ് ആയതെന്ന് പറഞ്ഞാൽ ഈ ഒരു രാത്രി എടുത്തേക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ വിങ്സിൻ്റെ ഫോട്ടോ ആയിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, സാധാരണ ഒരു ഫോട്ടോ, ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ലല്ലോ. പക്ഷേ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ വെയിറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫാനിൻ്റെ, ഒരൊറ്റ ഫാനിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 135 കിലോഗ്രാമാണെന്നുള്ളത്. അത് ആക്ച്വലി അറിയാൻ പറ്റിയത് ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഗുണം കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ, ഈവൻ ദോ ആൾക്കാരെല്ലാം നോർമൽ 3:4 ആസ്പെക്ട് റേഷ്യോ ആണ് റെക്കമെൻഡ് ചെയ്യുന്നെങ്കിലും 108 MB ഫുൾ റെസൊല്യൂഷൻ യൂട്ടിലൈസ് ചെയ്യുന്ന ആസ്പെക്ട് റേഷ്യോയിൽ തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നോർമൽ 3:4 ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും ഒട്ടും മോശമൊന്നുമല്ല, കുറച്ചുകൂടെ വെൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കുമ്പോഴത്തേക്കും. പിന്നെ അതുമല്ല, ഈ ഒരു 108 MB ഡീറ്റെയിൽ എല്ലായിടത്തും ആവശ്യം വരുന്നില്ല അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ കയ്യിൽ വെച്ചിരിക്കാനോ ആണെങ്കിൽ ഈ ഒരു 108
ടെമ്പയുടെ ഇത്രമാത്രം ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തേക്കുന്ന ഫോട്ടോസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലായിടത്തും ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ ആവശ്യമില്ല. അവിടെയൊക്കെ ഈ ഒരു മോഡ് യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. ഇനി അടുത്തത് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പേഴ്ച്ചർ എന്ന് പറഞ്ഞാൽ f2.2 ആണ്. പിന്നെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും 13mm ആണ്. സോ ഈ ഒരു 13mm എന്നുള്ള സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഏരിയ ഓഫ് കവറേജ് വരേണ്ടതാണല്ലേ. പക്ഷേ എനിക്ക് അത്രയും ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു നോർമൽ വൈഡ് ആംഗിൾ ലെൻസിൽ നിന്നും അൾട്രാ വൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ളൊരു മാറ്റമുണ്ട്, ഏരിയ ഓഫ് കവറേജിൽ വ്യത്യാസമുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഞാൻ പ്രതീക്ഷിച്ചു iPhone 13 Proയിൽ കുറച്ചുകൂടെ ഏരിയ ഓഫ് കവറേജ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫോട്ടോസൊന്നും ഒട്ടും മോശമൊന്നുമല്ല, നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് തരുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ടെലിഫോട്ടോ ലെൻസാണ്. കാരണം ഒരു രക്ഷയില്ലാത്ത 2 ലെൻസസ് ആണ്. 3x ആണെങ്കിലും 10x ആണെങ്കിലും. ഇപ്പോൾ പലരും പറയുന്നുണ്ട് 3xന് കുറച്ചുകൂടെ കവറേജ് iPhone 13 Pro സീരീസിനുണ്ടെന്നുള്ളത്. പക്ഷേ അത് വലിയ മാറ്റർ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇതിന് 10x വരെ സൂമുണ്ട്. ശരിയാണ്, 3x തൊട്ട് 10xൻ്റെ ഇടയിലുള്ള സൂം എല്ലാം ഡിജിറ്റൽ സൂമാണ്, അല്ലാതെ ഒപ്റ്റിക്കൽ സൂമല്ല. 3xും 10xും മാത്രമേ നമുക്ക് ഒപ്റ്റിക്കൽ സൂമായിട്ട് കിട്ടത്തുള്ളൂ. കാരണം 2 ലെൻസ് സെപ്പറേറ്റ് ആയിട്ടുള്ളതുകൊണ്ട്. പക്ഷേ അതെനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. കാരണം 3x കഴിഞ്ഞ് 10x ആണ് ഏറ്റവും മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൂം റേഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10x സൂമിന് അല്ലെങ്കിൽ സൂം ഇൻ ജനറലി പറയുമ്പോഴത്തേക്കും ഇത്രമാത്രം പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉണ്ട് അതിന് എന്ന് മനസ്സിലായത് ആക്ച്വലി ഞാൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്കുമാണ്. പ്രത്യേകിച്ച് സൂവിൽ പോയപ്പോഴത്തേക്കും ആ ഒരു സൂവിൽ വേറെ ഏതൊരു ക്യാമറ ഉണ്ടായാലും എനിക്ക് ഇത്രമാത്രം നല്ലൊരു റിസൾട്ട്സ് കിട്ടുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഈ ഒരു S22 Ultra വെച്ചാണ് ഇത്രയും നല്ല റിസൾട്ട്സ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. ഇനി 100x സ്പേസ് സൂം ആണെങ്കിലും ഞാൻ ഔട്ട് ഓഫ് എന്തൂസിയാസം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അല്ലാതെ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കൊന്നും വേണ്ടിയല്ല. കാരണം പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഇപ്പോൾ എവിടെയാണ് വരുന്നത്? ഒന്നിലും ഒളിഞ്ഞു നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വല്ല സ്പൈ വർക്കിനും വേണ്ടി, അല്ലാതെ വേറെ എവിടെ വരാൻ. പക്ഷേ ആക്ച്വലി ഞാൻ ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം ഒരു സ്മാർട്ട് ഫോണാണ് ഇത് ചെയ്യുന്നതല്ലേ. ഏകദേശം 1/2 കിലോമീറ്ററോളം അത് സൂം ചെയ്യാണ്. സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ ഹാൻഡിലായിട്ട് നല്ല പാടാണ്. എന്നാലും ഒരു ഹോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ട്രൈപോഡാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ ഉള്ളതല്ലേ. അതിനൊരു വലിയ ഫീറ്റാണ് സാംസങ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഇമേജ് ആണെങ്കിലും വളരെ സ്കെച്ചി ആയിട്ടുള്ള ഇമേജാണ്, എന്നാൽ യൂസബിൾ ആയിട്ടുള്ള ഇമേജാണ്. നമുക്ക് കുറ്റം പറയാൻ പറ്റും ഇവിടെ അല്ലേ. ഇത്രയും സൂം ചെയ്തിട്ട് ഇത്രയെങ്കിലും ക്വാളിറ്റി തരുന്നില്ലേ. സോ അടിപൊളിയാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് മാക്രോ മോഡ്. ആക്ച്വലി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് ഒരു സർട്ടൻ പോയിന്റ് കഴിയുമ്പോഴത്തേക്കും മാക്രോ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഓരോ ഫോട്ടോസ് ആണെങ്കിലും മാക്രോ മോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ പറയുന്നില്ല വളരെ എക്സെപ്ഷണൽ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് നോർമൽ ബാക്കിയുള്ള മാക്രോ ഫോട്ടോസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല മാക്രോ ഫോട്ടോസ് തന്നെയാണ് സാംസങ്ങിൻ്റെ S22 Ultra തരുന്നത്. iPhone 13 Proയുടെ അത്രയും നമുക്ക് ക്ലോസ് ആയിട്ട് പോയി ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഒരു ചെറിയൊരു എഡ്ജ് കൂടുതലായിട്ട് iPhone 13 Proയിൽ പറ്റും. പക്ഷേ എന്നാലും ഇതാണെങ്കിലും മോശമൊന്നുമല്ല. ഇനി അടുത്ത ഏറ്റവും വലിയ ക്യാമറ AI അഡ്വാൻസ്മെൻറ്റ് സാംസങ് വരുത്തിയിട്ടുള്ളത് പോർട്രേറ്റ് മോഡിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യത്തിലാണ്. കാരണം ഈവൻ സ്മോൾ ഹെയർ ലൈൻ പോലും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സാംസങ് ഈ ഒരു ഫോട്ടോസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആഫ്റ്റർ പ്രോസസ്സിങ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ AI വളരെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് നാച്ചുറൽ ലുക്കിംഗ് ബ്ലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ആർട്ടിഫിഷ്യൽ സോഫ്റ്റ്വെയർ ബ്ലർ പോർട്രേറ്റ് മോഡിൽ വരുന്നുണ്ട്. സോ അതിൻ്റെ കാര്യത്തിൽ വീണ്ടും സാംസങ്ങിന് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പോർട്രേറ്റ് മോഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത് സാംസങ് ഗാലക്സി S22 Ultraയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത്. ഇനി 2 ഫോട്ടോസും ഒരേ ഫ്രെയിമിംഗ് ആണെങ്കിലും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡ്സിലാണ് എടുത്തേക്കുന്നത്. ഒന്ന് 108 MB ഒന്ന് പോർട്രേറ്റ് മോഡും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട? എനിക്ക് കുറച്ചുകൂടെ ആ ഒരു 108 MBയുടെ നാച്ചുറൽ ലുക്കിംഗ് ലൈക്ക് ബ്ലറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി നമ്മുടെ നാട്ടിൽ ഫുഡ് വ്ളോഗേഴ്സൊക്കെ കൂടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സാംസങ് ആ ഒരു സ്കോപ്പ് മനസ്സിലാക്കി അവരുടെ ക്യാമറ സോഫ്റ്റ്വെയറിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡ് മോഡ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോഡിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നടുക്കിരിക്കുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ മാക്സിമം ഒരു സാച്ചുറേഷൻ പോയിൻറ്റ്സ് ഒക്കെ കൂട്ടിയിട്ട്, അതുപോലെ തന്നെ ഷാർപ്പനിങ് ഒക്കെ കൂട്ടി, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു വിഗ്നേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നല്ലൊരു സെൻട്രലൈസ്ഡ് എഫക്റ്റ് കൊണ്ടുവരാൻ നോക്കുക. അതാണ് നോക്കുന്നത്. ഇപ്പം ഈ ഒരു ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, കാരണം ചില സമയത്തൊക്കെ ഭയങ്കര സാച്ചുറേഷനാണ്. പക്ഷേ എന്നാലും ഞാനത് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു മോഡായിട്ട്. ഇനി അടുത്തത് സാംസങ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ചെയ്തത് അവരുടെ നൈറ്റ് മോഡ് അല്ലെങ്കിൽ നൈറ്റോഗ്രഫി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലേ. അപ്പോൾ അത്രമാത്രം വലിയ ഹൈപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഇൻ റിയാലിറ്റി. പക്ഷേ ഫോട്ടോസൊക്കെ കുറച്ചുകൂടെ വെൽ പ്രോസസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. മീൻസ് ആ ഒരു പ്രോസസ്സിങ്ങിന് കൺസിസ്റ്റൻസി ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയലറ്റ് ടിൻറ്റ് കാണാൻ പറ്റുമല്ലേ മുകളിൽ ആ ഒരു സ്കൈസിൽ.
അത് മിക്ക ഫോട്ടോസിലും വരുന്നുണ്ട്. സ്കൈ ഉൾപ്പെടുത്തിയ ഫോട്ടോ ആണെങ്കിൽ അത് എന്തോ എനിക്കറിയത്തില്ല, ഒരു പ്രോസസ്സിങ് ഇഷ്യൂ പോലെയാണ് എനിക്ക് തോന്നിയത്. ചില സമയം അത് കാണാൻ നല്ല ഭംഗിയാണ്, സ്കൈ ഇങ്ങനെ പിങ്ക് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ചില സമയമൊക്കെ അത് എപ്പോഴും വരുന്നത് കാണുമ്പോഴത്തേക്കും അതൊരു പ്രോസസ്സിങ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇനി ഈ 2 ഫോട്ടോസ് നോക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഞാൻ നൈറ്റ് മോഡിൽ എടുക്കാത്ത ഫോട്ടോയും റൈറ്റ് സൈഡിൽ നൈറ്റ് മോഡിൽ എടുത്ത ഫോട്ടോ ആണ്. സോ ചില ഫോട്ടോസിലൊക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ വെല്ലിറ്റ് ആവുന്നുണ്ട്, വിസിബിലിറ്റി കൂടുന്നുണ്ട്. എന്നാൽ ചില ഫോട്ടോസിൽ പ്രോസസ്സിങ് അത്രയും നല്ല പ്രോസസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. നൈറ്റ് മോഡിൽ എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുളവാകുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത്. എന്നാൽ ചില സ്ഥലത്താണെങ്കിൽ വലിയ മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടൊരു കൺസിസ്റ്റൻസി ഇഷ്യൂ സാംസങ്ങിൻ്റെ ഈ ഒരു ക്യാമറ ഫേസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓരോ തരത്തിലുള്ള പ്രോസസ്സിംഗ് ആണ് ഓരോ സർക്കംസ്റ്റാൻസസിൽ സാംസങ് കൊണ്ടുവരുന്നത്. AI കുറച്ചുകൂടെ ബെറ്റർ ആക്കണം എന്നാണ് എനിക്ക് നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ വേറെ ലെവൽ അല്ലെങ്കിൽ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള നൈറ്റ് ഫോട്ടോസ് ഈ ക്യാമറ വെച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ. പിന്നെ ടെലിഫോട്ടോ ലെൻസ് ഞാൻ മാക്സിമം റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പിൾസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ടെലിഫോട്ടോ ലെൻസ് മാക്സിമം വേഴ്സ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് തരാറുള്ളത്. പക്ഷേ വേറൊരു സർക്കംസ്റ്റാൻസിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി. കാരണം 100x സൂം ഞാൻ വീണ്ടും ഒന്ന് ഈ പ്ലെയിനെ സൂം ചെയ്യാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. റിയൽ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്തുമാത്രം ഗ്രെയിൻസ് ഉണ്ട് ആ ഒരു ഫുട്ടേജിന്, എന്തുമാത്രം ലോ ക്വാളിറ്റി ഫുട്ടേജ് ആണെന്ന്. പക്ഷേ ഒന്ന് പ്രോസസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മോ ഇത്രയും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് ചില സമയം ഈ ഒരു ക്യാമറ അടിപൊളിയാണ്, എന്നാൽ ചില സമയം നമുക്ക് അത്രയും പെർഫോമൻസും തോന്നത്തില്ല. ഇനി അടുത്തത് വീഡിയോ ക്വാളിറ്റി. ആദ്യമേ നമുക്ക് ഞാൻ സംസാരിക്കുന്ന ഒരു സാമ്പിൾ വീഡിയോ കാണാം. ഗാലക്സി S22 അൾട്രയുടെ വീഡിയോ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രമാത്രം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തൊരു ഫോണിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുമല്ലോ. ആ ഒരു ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിപ്പോൾ പോർട്രേറ്റ് വീഡിയോ മോഡിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ശരിയാണ്, ഒരു അത്യാവശ്യം നല്ല എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു ടോട്ടൽ ആ ഒരു ക്രിസ്പ് ആൻഡ് ക്ലാരിറ്റി ആണെങ്കിലും ചിലയിടത്താണെങ്കിലും ഓവർ ഷാർപ്നെസ് ഫീൽ ചെയ്യും, ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ 13 Pro യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് അത് കുറച്ചുകൂടെ ബെറ്ററാണ്. വീഡിയോ എടുക്കാനാണെങ്കിലും ക്വാളിറ്റി കുറച്ചുകൂടെ ഡെലിവർ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിലിംഗ് ആണെങ്കിലും കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. ഇതൊന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല നമ്മുടെ ഗാലക്സി S22 അൾട്ര. ഞാൻ അധികം വീഡിയോ മോഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തത്. എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണെങ്കിലും ചെറിയ തോതിൽ എൻ്റെ ഒപ്പീനിയൻസ് മാറി എന്നല്ലാതെ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും ബെസ്റ്റ് 2 ലെൻസസ് ആയിട്ട് തോന്നിയത് ടെലിഫോട്ടോ ലെൻസസ് ആയിട്ടുള്ള 3x ഉം 10x ഉം ആണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. കാരണം കുറച്ചുകൂടെ ഒരു സോഫ്റ്റർ ലുക്ക് ഇമേജസിന് തരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ടോട്ടലി ഒരു ഇമേജ് ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസമുള്ള പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. എന്തുകൊണ്ടും 108 MB സെൻസർ വരുന്ന പ്രൈമറി ലെൻസിനേക്കാളും അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ ഞാൻ അങ്ങേയറ്റം വേഴ്സ്റ്റ് ആണ് ഈ ഒരു സാംസങ്ങിൻ്റെ ക്യാമറ വീഡിയോയ്ക്ക് വേണ്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വേഴ്സിറ്റിലിറ്റി സാംസങ് ഓഫർ ചെയ്യുന്നുണ്ട് വീഡിയോ മോഡിലാണെങ്കിലും. പക്ഷേ വേറെ വലിയൊരു കാര്യം സാംസങ് മിസ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നും നമുക്ക്, അതായത് വീഡിയോ ക്വാളിറ്റി. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഐഫോണിൻ്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ ഐഫോണിൻ്റെ തൊട്ട് പിന്നിലാണെങ്കിലും സാംസങ് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്കൊന്നുകൂടെ റീപ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും, 1-2 തവണ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് വീഡിയോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ഗ്ലിച്ചാണോ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ലോ ലൈറ്റ് വീഡിയോഗ്രാഫിയിലാണെങ്കിലും സാംസങ് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇച്ചിരിയെങ്കിലും ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നത് നമ്മൾ പ്രോ വീഡിയോ മോഡിലോട്ട് പോയി സ്വന്തമായിട്ട് കുറച്ചൊന്നും ടീക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഓട്ടോമാറ്റിക്കലി ഉള്ള ആ ഒരു വീഡിയോ ക്വാളിറ്റിക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നാറുള്ളത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും സാംസങ് അവരുടെ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഗെയിം അപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റ് വീഡിയോ മോഡ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഹൈപ്പർ ലാപ്സ് നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും വളരെ യൂസബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡാണ് ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറഞ്ഞ മോഡ്. ഇതിനകത്ത് നമുക്ക് 4 ലെൻസും സൈമൾട്ടേനിയസ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 ക്ലിപ്സും വേണമെങ്കിൽ 2ആയിട്ട് സേവ് ചെയ്യാം, ഫ്രണ്ടും ബാക്കും, അല്ലെങ്കിൽ ഒരുമിച്ചാണെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. സോ ഇനി കൺക്ലൂഷനായിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 1000 സംതിങ് ഫോട്ടോസും അതുപോലെ തന്നെ 350 സംതിങ് വീഡിയോസും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ അത്രമാത്രം ഡൈവേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ തന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് ലൊക്കേഷൻസും കവർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിലൊക്കെ പറയുവാണെങ്കിൽ ഫോട്ടോഗ്രാഫി പേഴ്സ്പെക്റ്റീവ്സ് നോക്കുമ്പോൾ അടിപൊളിയാണ്, അതിൻ്റെ കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നുമില്ല. ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും തോന്നത്തില്ല ഈ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഫോണിന് നമുക്ക് 95% ഓഫ് ദ ടൈമും തോന്നത്തില്ല. കാരണം ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻസ് വരുന്ന ഫോൺ ക്യാമറ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. സൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഏകദേശം 100x വരെ ഡിജിറ്റൽ സൂം തരുന്നുണ്ട്. ഇനി അത് ഒപ്റ്റിക്കലും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ മാക്രോ ഉണ്ട്, വൈഡ് ആംഗിൾ ഉണ്ട്, അൾട്രാ വൈഡ് ഉണ്ട്. സോ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഏകദേശം ഒരു കംപ്ലീറ്റ് ക്യാമറ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എക്സ്പേർട്ട് റോ എന്ന് പറഞ്ഞൊരു ആഡ് ഓൺ തന്നെ സാംസങ് വേറൊരു ആപ്ലിക്കേഷൻ വഴി തരുന്നുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഈ ഒരു 108 MB പോരാതെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഫോട്ടോയ്ക്ക് വേണമോ എന്ന് വിചാരിച്ച ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് DSLR ക്യാമറയിൽ എങ്ങനെയാണോ റോ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി തരുന്നുണ്ട്. സോ
ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ നല്ല എക്സെപ്ഷണലാണ് ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ. പക്ഷേ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇതിൻ്റെ പകുതി വിലയ്ക്കുള്ള iPhone 12 സീരീസ് ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വീഡിയോ പെർഫോമൻസ് വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോട്ട് തന്നെയാണ് സാംസങ്, അതെടുത്ത് തന്നെ പറയണം. അതിപ്പം ആ കൂടെ എനിക്ക് പ്ലസ് പോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആയിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് തോന്നുന്നു 10x വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ബാക്കിയുള്ള ഫോൺസിലൊന്നും അത് പറ്റത്തില്ലല്ലോ. സോ ആ ഒരു കാര്യം മാത്രമേ എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരു ഫുൾ ഗോസ് ടു ഐഫോൺ, അതങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ വീഡിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ജമ്പ് തന്നെ സാംസങ് വരുത്തണം എന്നുള്ളതാണ്. 8K എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഗിമിക്കാണ്, അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. സോ അത് ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതല്ലാതെ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, എന്താണെങ്കിലും അതവിടെ ഇരിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തു ഈ ഒരു ക്യാമറ സിസ്റ്റത്തിനെ പറ്റി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ട് ആ ഒരു കാര്യവും മറക്കണ്ട. ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ കണ്ടുമുട്ടുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.